ബിനോജ് ജോസ്, അന്താരാഷ്ട്ര നിരീക്ഷകനാണ്. ഡോക്ടർ ബിനോജ് ജോസ് നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ ബിനോജ്, നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ഈ യുദ്ധം പല മേഖലകളിലേക്കും ഇങ്ങനെ വ്യാപിക്കുന്നു. പല രാജ്യങ്ങളും ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇതിൽ ഇൻവോൾവ് ആകും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രാൻസും UK-യും ഗ്രീസും ഒക്കെ ഈ സൈപ്രസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഒരു ഒഫൻസീവ് മോഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ സൗദിയിലെ എണ്ണപ്പാടത്തിന് നേരെയൊക്കെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അനന്തമായി നീളുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഒരു ഒഫൻസീവ് മോഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ ഡോക്ടർ ബിനോജ്? തീർച്ചയായിട്ടും ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിലെ യുദ്ധം അത് വ്യാപിക്കാനായിട്ടുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ US എല്ലാം ഇത് ആരംഭിക്കുന്ന സമയത്ത് കരുതിയത് 3-4 ദിവസങ്ങൾ കൊണ്ടോ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അത് ഇറാനെ നമ്മൾ അങ്ങനെ താഴ്ത്തി കാണാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. നമ്മൾ മുൻപിൽ നടന്നിട്ടുള്ള പല US-ന്റെ അറ്റാക്കുകൾ, അഫ്ഗാനിസ്ഥാന്റെ കേസ് എടുത്ത് നോക്കിയാലും, അതുപോലെ തന്നെ ലിബിയയുടെ കേസ് എടുത്ത് നോക്കിയാലും, ഇറാഖിന്റെ എടുത്ത് നോക്കിയാലും, ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ എല്ലാം തന്നെ US അന്ന് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അവിടുത്തെ പ്രത്യേകിച്ച് റെഷിം ചേഞ്ച്, ആ രാജ്യങ്ങളിൽ റഷ്യൻ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് US ശ്രമിച്ചപ്പോഴെല്ലാം തന്നെ എടുത്തിട്ടുള്ള സമയം തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. ഇത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന കുറെ പാഠങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ ഒരു കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 മാസത്തോളം എടുത്തു. 2 മാസത്തോളം എടുത്തിട്ടാണ് അവിടെ ഒരു റഷ്യൻ ചേഞ്ച്, താലിബാൻ ഭരണകൂടത്തെ മാറ്റാനായിട്ട് US സാധിച്ചത്. പക്ഷേ നമുക്കറിയാം ഇപ്പോഴും ഇപ്പോൾ താലിബാൻ തിരിച്ചു വന്നിരിക്കുന്നു. എന്തുമാത്രം സാധ്യമാകും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. 2, സിറിയയിലെ കേസ്, ലിബിയയിലെ കേസ് എടുത്ത് നോക്കാം. ലിബിയയിലെ കേസ് എടുത്ത് നോക്കിയാലും ഏകദേശം 7-8 മാസങ്ങളോളം എടുത്തു. ഇറാഖിന്റെ കാര്യം എടുത്ത് നോക്കിയാലും ഇറാഖ് നമ്മൾ നോക്കുമ്പോൾ അവിടെ സദ്ദാം ഹുസൈനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഏകദേശം 9 മാസത്തോളം. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ പെട്ടെന്ന് ഈ ഒരു യുദ്ധം അവസാനിക്കുമെന്ന് നമുക്ക് ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ഇപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ഏറ്റവും ശക്തമായിട്ടുള്ള മിലിറ്ററി ഫോഴ്സ് ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാനെ നമുക്ക് അങ്ങനെ തരത്താഴ്ത്തി തീർച്ചയായിട്ടും US-ഉം ഇസ്രായേലും പോലെയുള്ള വൻ ശക്തികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള നാറ്റോ സഖ്യകക്ഷികളൊക്കെ ചിലപ്പോൾ ജോയിൻ ചെയ്യാം. എന്നിരുന്നാൽ പോലും ഇറാന്റെ ഒരു സ്ട്രാറ്റജി തന്നെ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എയർ സ്ട്രൈക്കുകൾ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ഈ എയർ സ്ട്രൈക്കിലൂടെ മാത്രം ഇറാനിൽ US ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരിക അത്ര എളുപ്പം ആയിരിക്കില്ല. കാരണം എയർ സ്ട്രൈക്ക് മാത്രമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇറാന്റെ ഒരു സൈനിക ബലം ഏകദേശം 6 മുതൽ 7 ലക്ഷം വരെ ഏകദേശം അത്രയും ഉണ്ട് ഇറാന്റെ സൈനിക ബലം. അപ്പോൾ അതുകൊണ്ട് മാത്രം ഈ എയർ സ്ട്രൈക്കിലൂടെ മാത്രം US-ന് അല്ലെങ്കിൽ US-ഇസ്രായേൽ സഖ്യത്തിന് അവിടെ റഷ്യൻ ചേഞ്ച് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് ചെയ്യും. ഈ ഒരു യുദ്ധം ലാസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഗൾഫ് റീജിയനെ മൊത്തത്തിൽ ബാധിക്കും. അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ശക്തമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇറാൻ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ്, അതായത് അയത്തുള്ള ഖൊമേനിയെയും ഇസ്രായേൽ US സഖ്യം ഇത് വധിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഏകദേശം 6 രാജ്യങ്ങളിലേക്ക് അവര് മിസൈൽ ആക്രമണം നടത്താൻ അവർക്ക് സാധിച്ചു. എന്ന് വെച്ചാൽ അവരുടെ മിലിറ്ററി അവരെ പ്രിപ്പയർഡ് ആയിരുന്നു. US ഏത് തരത്തിലായിരിക്കും ഇതിനെ നേരിടാൻ പോകുന്നത്, ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും യുദ്ധം തീർച്ചയായിട്ടും ഇറാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇറാൻ അതിന് പ്രിപ്പയർഡ് ആണ് എന്നുള്ളൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇസ്രായേലിനെയും US-നെയും ഒന്നും തന്നെ തള്ളിക്കളയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് അവരുടെ ഇന്റലിജൻസ് അത് വളരെ വ്യക്തമാണ്. കാരണം ആദ്യത്തെ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ്
അവര് ഈ പറയുന്ന അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ആത്മീയ നേതാവും രാജ്യത്തിലെ തന്നെ എല്ലാമായിട്ടുള്ള അയത്തുള്ള ഖമേനിയെ, അതുപോലെ തന്നെ കൂടെയുള്ള പ്രധാനപ്പെട്ട ഇറാന്റെ നേതാക്കന്മാരെല്ലാം അവർക്ക് വധിക്കാൻ സാധിച്ചുവെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഇന്റലിജൻസ് എല്ലാം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി അറിയാം, പല ചാനലുകളും എല്ലാം തന്നെ അതിനെക്കുറിച്ച് വാർത്തകളുണ്ടായിരുന്നു. അവര് പറയുന്ന ട്രാൻസ്പോർട്ടേഷനിലുള്ള ക്യാമറകളും മറ്റെല്ലാം തന്നെ അവർ ഹാക്ക് ചെയ്തതും മറ്റുള്ള ടെക്നോളജിക്കൽ യൂസ് ഇസ്രായേൽ. അപ്പൊ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവര് ഈ തരത്തിലുള്ള കാര്യപ്രവർത്തനങ്ങളിലേക്ക് ഇടപെടുന്നത്. തീർച്ചയായിട്ടും രണ്ട് ശക്തികളും നമ്മൾ പറയുമ്പോൾ US-ഉം ഇസ്രായേലും സഖ്യകക്ഷികളും അതുപോലെ തന്നെ ഇറാനും അവർ തീർച്ചയായിട്ടും ഇത് പെട്ടെന്നൊന്നും വൈൻഡപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇതിന്റെ പ്രത്യാഘാതം ഈ റീജിയണിൽ വളരെ വലുതായിരിക്കും. തീർച്ചയായും യുദ്ധം ഉടനെയെങ്കിലും അവസാനിക്കാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ അതിന്റെ പ്രത്യാഘാതം മധ്യപൂർവേഷ്യയിൽ, പശ്ചിമേഷ്യയിൽ വളരെ വലുതായിരിക്കുമെന്ന വ്യക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ഡോക്ടർ ബിനോജ് ശ്രീ പങ്കുവച്ചത്. വളരെ നന്ദി ഈ ഒരു ഘട്ടത്തിൽ ഷെക്കിന ന്യൂസുമായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചതിന്. നമുക്ക് വളരെ അതീവ നിർണായകമായിട്ടുള്ള ഒരു